ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ടൈം എന്ന് പറയുന്നത് 7:14 ആയിട്ടുള്ളൂ. സൂര്യൻ വരാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ. അപ്പോൾ രാവിലെ ഹെൽമെറ്റൊക്കെ വെച്ച് ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്നായിരിക്കില്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ പോകുന്നത് നമ്മുടെ ബാംഗ്ലൂരിലെ KR മാർക്കറ്റിലേക്കാണ് കേട്ടോ. ബാംഗ്ലൂരിലെ എല്ലാവർക്കും ഏകദേശം അറിയാം ഈ ഒരു മാർക്കറ്റിനെ കുറിച്ച്. ഫ്ലവേഴ്സൊക്കെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ കിട്ടുന്ന അടിപൊളി ഒരു മാർക്കറ്റാണ് കേട്ടോ. അപ്പം ഈ ഒരു മാർക്കറ്റിനെ കുറിച്ച് ഞാൻ അറിഞ്ഞു തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ നൈറ്റ് ഷിഫ്റ്റിനൊക്കെ പോയി തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ. വെളുപ്പിനെ നൈറ്റ് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് ഉറങ്ങി ക്ഷീണിച്ച് ക്യാബിൽ വരുമ്പോഴത്തേക്കായിരിക്കും ഈ ഒരു ഏരിയയിലെത്തുമ്പോൾ എത്ര ക്ഷീണമാണെങ്കിലും എത്ര ഉറക്കമാണെങ്കിലും നമ്മൾ തന്നെ ഈ പൂക്കളൊക്കെ ഇങ്ങനെ മാടി വിളിക്കും കേട്ടോ. നല്ല വാസനയാണ് ഇവിടെ എത്തുമ്പം. അപ്പം അങ്ങനെ ഞാൻ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഗണേശ ചതുർത്ഥിക്ക് വന്നതാണ് പൂക്കളൊക്കെ വാങ്ങാൻ. അപ്പോൾ ഇച്ചിരി ലേറ്റായി പോയി, അതുകൊണ്ട് തന്നെ എനിക്ക് പൂക്കളൊന്നും കിട്ടിയില്ല. അപ്പോൾ ഈ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 6 മണി മുതൽ 8 മണി വരെയാണ് കേട്ടോ. അതിനുശേഷം പൂക്കളൊക്കെ കാലിയാവും. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ഇങ്ങനെ ഇറങ്ങി. നമ്മുടെ വിഷു അല്ലേ നാളെ, അപ്പോൾ വിഷുവിനുള്ള പർച്ചേസിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. ഒരുപാട് പൂക്കളൊക്കെ വാങ്ങണം. അപ്പം എന്താണെങ്കിലും ഞങ്ങൾ ഞായറാഴ്ചത്തേക്കാണ് ഞങ്ങളുടെ എല്ലാ പർച്ചേസും വെച്ചിരിക്കുന്നത്. കാരണം ബാക്കിയുള്ള ദിവസമൊക്കെ തിരക്കായതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും ഇന്ന് തന്നെ വാങ്ങണം. ഇവിടെ ഈ ഒരു മാർക്കറ്റിലെത്തിയപ്പോഴല്ലേ നമ്മുടെ മലയാളികളെ തട്ടിട്ട് നടക്കാൻ മേലോട്ടോ. ഇവിടെ വാങ്ങാൻ വന്നിരിക്കുന്നവരെല്ലാവരും മലയാളീസാണ് കേട്ടോ. അങ്ങനത്തെ ഞങ്ങൾ പൂക്കളെല്ലാം വാങ്ങിച്ചു. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഹസ്ബൻഡും കുഞ്ഞും വീട്ടിൽ നല്ല ഉറക്കമാണ്. അങ്ങനെ അതിനുശേഷം നമ്മൾ നേരെ വന്നത് കുറച്ച് പച്ചക്കറികൾ വാങ്ങണം, പിന്നെ ഫ്രൂട്ട്സും വാങ്ങണം. ഇതൊരു മലയാളീസിൻ്റെ ഷോപ്പാണ് കേട്ടോ. ലിച്ചീസ് എന്നാണ് പേര്. നമുക്ക് എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും കേട്ടോ. കാന്താരി ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടും. നമ്മുടെ വിഷുവിന് വേണ്ട എല്ലാ ഐറ്റംസും നമുക്ക് രാവിലെ തന്നെ ഇവിടെ കിട്ടും. സ്റ്റോക്ക് രാവിലെ തന്നെ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ തിരക്കൊക്കെ വരുന്നതിന് മുമ്പേ എത്തിയതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഫുള്ള് മലയാളീസാണ്. മലയാളീസിന് പിന്നെ ഫെസ്റ്റിവൽ വിട്ടൊരു കളിയില്ലെന്ന് അറിയണമെങ്കിൽ ഈ ഒരു ഷോപ്പിലേക്ക് വന്നാൽ മതി. നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഷോപ്പിലൊക്കെ കയറിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഞാൻ നേരെ വന്നത് നടുമുറ്റത്തേക്കാണ് കേട്ടോ. നടുമുറ്റം ഒരു മലയാളിയുടെ ഷോപ്പ് തന്നെയാണ് കേട്ടോ. ഇവിടെ വന്നപ്പോഴത്തേക്കല്ലേ കഥ, നമ്മുടെ വിഷുവിന് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. നമ്മുടെ ഉണ്ണിക്കണ്ണൻ തുടങ്ങി നമ്മുടെ തിരുവുടയാട, അതേപോലെ തന്നെ വാൽക്കണ്ണാടി, എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് ശരിക്കും ഒരു വെജിറ്റബിൾ ഷോപ്പാണ്. പക്ഷേ ഇവിടെ വിഷുവിന് കിട്ടാത്ത ഒരൈറ്റവും ഇല്ല. എല്ലാ ഐറ്റംസും റെഡിയാണ്. അങ്ങനെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. ഇനി കിച്ചണിലേക്ക് കയറണം. അപ്പം ഇന്ന് നമ്മൾ കുറച്ച് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ചേട്ടനും വൈഫും വരുന്നുണ്ട് കേട്ടോ. ഇത്തവണ വിഷു നമുക്ക് നല്ലൊരു പണിയാണ് കേട്ടോ തന്നത്. എന്താണെന്നല്ലേ, മൺഡേയാണ് ഇത്തവണ വിഷു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും ഇവിടെ ബാംഗ്ലൂരിൽ ലീവില്ല. അതുകൊണ്ട് എല്ലാവരും ഞായറാഴ്ചയാണ് വരുന്നത്. ചേട്ടനും വൈഫും ആണെങ്കിലും കേതിന് കൈനീട്ടമൊക്കെ ആയിട്ട് ഞായറാഴ്ച തന്നെ വരാമെന്ന് വിചാരിച്ചു. അപ്പം എന്താണെങ്കിലും അവർക്കുള്ള സ്പെഷ്യലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവരുടെ തലേദിവസമായി വിളിച്ച് ചോദിച്ചു എന്താണ് ഇന്നത്തെ മെനു എന്നുള്ളത്. അപ്പം നമ്മൾക്ക് കുറച്ച് നല്ല കപ്പ കിട്ടി. അത് നല്ല കപ്പ കുഴച്ചു. അതേപോലെ തന്നെ നമ്മുടെ നല്ല പൈനാപ്പിൾ കിട്ടിയതെടുത്ത് പുളിശ്ശേരി വെച്ചു. പിന്നെ കുറച്ച് നല്ല ചിക്കൻ കറിയും വെച്ചു. അത് കണക്ക് തന്നെ പപ്പടം. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. പിന്നെ നല്ല മാങ്ങ കിട്ടിയിരുന്നു. അപ്പം അത് കുറച്ച് പാലൊക്കെ ഒഴിച്ച് ജ്യൂസ് പിടിച്ചു. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. എന്താണെങ്കിലും കഴിഞ്ഞ വർഷത്തെ വിഷുവിന് അച്ഛനും അമ്മയും ചേട്ടനും വൈഫും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു കഴിഞ്ഞ വർഷത്തെ വിഷു. എന്നാലും ഇത്തവണ ആരുമില്ല. ഞാനും ഹസ്ബൻഡും അത് കണക്ക് തന്നെ കേതിനും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനൊക്കെ കഴിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം ക്യാരം ബോർഡൊക്കെ കളിച്ചു. ഇവിടെ പിന്നെ അമ്മാവനും അമ്മായും വന്നു കഴിഞ്ഞാൽ കേതൻ ഫുൾ ടൈം അമ്മായിയുടെ കൂടാണ് കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു.